ആ ഡോക്ടർ എന്തൊരു ഫീസാ വാങ്ങിയത്. ചെറിയൊരു കാര്യത്തിന് ഒരു കോടടച്ചതിന് എന്തൊരു റേറ്റാ വാങ്ങിയെന്നറിയോ സഹോദരങ്ങളെ. ഇത് നമ്മളെല്ലാരും പറയുന്ന ഒരു സംഭവമല്ലേ. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഈ പൈസയും പ്രധാനമാണ്, അതുപോലെ തന്നെ അതിനേക്കാളിയും ഒരുപാട് പ്രധാനമാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ വീഡിയോയില് എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഞാനൊരു എപ്പിസോഡായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഘട്ടം ഘട്ടമായിട്ടാണ് അതിന്റെ സ്റ്റെപ്പായിട്ടായിരിക്കും അത് പോകുന്നത്. അപ്പം ബേസിക് തൊട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ അതിന്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് പൈസ സേവ് ചെയ്യാനുള്ള ടെക്നിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഹായ്, എല്ലാവർക്കും സമാധാനം ആശീർവദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ. കുറെ നാളായി ഞാൻ വീഡിയോ ചെയ്തിരിക്കുകയാണ്, തിരക്കുകൾ കാരണമാണ്. ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ ദന്ത ചികിത്സയ്ക്ക് റേറ്റ് ഇത്ര കൂടുതൽ എന്നുള്ളത്, അതിനെന്താണ് പരിഹാരം എന്നുള്ളത്. അപ്പൊ അതിന് പരിഹാരമായി ഞാൻ തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. ഇതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാം കിട്ടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളിത് എപ്പിസോഡുകളായിട്ടാണ് കാണേണ്ടത്. ഞാൻ കുറേശ്ശെയാണ് ഇതിലിടുന്നത്. ഫസ്റ്റ് എന്തായാലും പ്രതിരോധമാണ്. ഫസ്റ്റ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം പ്രതിരോധമാണ് പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ സംഭവം. കെയർ എടുത്താൽ തന്നെ, പ്രിവെന്റീവ് കെയർ എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ചികിത്സകൾ ഒഴിവാക്കാൻ കഴിയും. അപ്പം അതുവഴി നമ്മുടെ ആരോഗ്യവും, നമ്മുടെ പല്ലിന്റെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് അതിനെല്ലാത്തിനും ഒരു പരിഹാരമാകും, അല്ലെ? അപ്പം ഞാൻ ഈ വീഡിയോ എപ്പിസോഡുകളായിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ, അല്ലെ? ആദ്യം പേഴ്സണൽ കോസേറ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ഓരോ ഇത് കാരണം നമുക്കുണ്ടാവുന്ന പല്ലിന്റെ പ്രശ്നവും ആരോഗ്യ പ്രശ്നവും സാമ്പത്തിക ബുദ്ധിമുട്ടും ചികിത്സയായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പിസോഡായിട്ട് നമ്മൾ തുടങ്ങുന്നത്. ഇന്ന് നമുക്ക് പേഴ്സണൽ കോസേറ്റീവ് ഫാക്ടേഴ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ വിഷയം ദന്ത ചികിത്സയിൽ എങ്ങനെ ചെലവ് ചുരുക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിൽ നമുക്ക് പ്രതിരോധമാണ് ആദ്യത്തെ ഘട്ടത്തിൽ ആവശ്യം. അപ്പം പ്രതിരോധത്തിൽ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് എന്താ? നമ്മൾ അസുഖം വരാതെ നോക്കുക എന്നുള്ളത്, അല്ലെ? പല്ല് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. പല്ല് വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് അണുക്കളൊന്നും കയറത്തില്ല. നീറ്റായിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 80% പ്രശ്നം തീർന്നു കിട്ടും, അല്ലെ? നമ്മൾ ഫുഡ് കഴിച്ചു, ഫുഡോ സ്നാക്സോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് പല്ല് തേക്കാതിരിക്കുക, അല്ലെ പല്ല് വൃത്തിയാക്കാതിരിക്കുകയാണെന്ന് വെച്ചോ, അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പല്ലിന്റെ ഇടഭാഗങ്ങളൊക്കെ ഉണ്ട്, കുഴിയുള്ള ഭാഗവും ഇടഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഫുഡെല്ലാം കയറിയിരിക്കും. ഫുഡ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഫുഡ് കയറി ഇരുന്നിട്ട് അത് ഒരു ഫിലിം പോലെ, പ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഫിലിം പോലെ ഒരു സംഭവം ഉണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യും? അത് കാൽക്കുലസ് ആയി മാറും, അത് കട്ടിയായിട്ട് മാറും. അപ്പം ഈ സൈഡ് ഭാഗത്തെല്ലാം, പല്ലിന്റെ മോണ ഭാഗത്തെല്ലാം ഇത് കല്ലിച്ച് കയറി ഇരുന്നിട്ട് അത് മോണയ്ക്ക് കേടും ദോഷവും ഒക്കെ ഉണ്ടാവും. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ സാധ്യതയാണ്. പിന്നെ അത് മാത്രമല്ല, പല്ലിന്റെ മുകൾ ഭാഗത്ത്, അതായത് നമ്മൾ ചവയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനകത്ത് സ്റ്റിക്കി ഫുഡ്, മുട്ടായി, മധുരം, ഇങ്ങനെയുള്ള സംഭവമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ക്ലീൻ ആക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്ടീരിയ കയറിയിട്ട് ബാക്ടീരിയ ഒരു ആസിഡ് റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പോടുകൾ ഉണ്ടാക്കും. അപ്പം എപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ പല്ല് വൃത്തിയാക്കുക. നമ്മൾ ശരിക്കും ചുമ്മാ ജസ്റ്റ് ഒന്ന് വായിൽ വെള്ളം കൊണ്ട് തുപ്പാ, നല്ല വൃത്തിക്ക് പല്ല് വൃത്തിയാക്കി തന്നെ വാ കഴുകണം. ഓക്കെ. അതിനുശേഷം 2 നേരം നിർബന്ധമായും ബ്രഷ് ചെയ്യണം. പല്ലിന്റെ ഇടയിൽ വലിയ വിടവുള്ളവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്റർഡെന്റൽ ബ്രഷ് യൂസ് ചെയ്യണം. ചെറിയ വിടവുള്ളവർ നിർബന്ധമായും ഫ്ലോസിങ് ചെയ്യണം. ചെറിയ വിടവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫ്ലോസിങ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇടയിൽ എന്തെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ പല്ലിന്റെ ഇടയിൽ കേടുവരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കത് ബ്രഷ് കൊണ്ട് മാത്രം വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. പിന്നെ പ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്ക്, അതായത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നല്ല ബ്രഷിംഗ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ബ്രഷിങ്ങിന് നമ്മൾ കറക്റ്റ് ബ്രഷ് യൂസ് ചെയ്യുക. പിന്നെ ബ്രഷ് ചെയ്യുന്ന രീതി നമ്മൾ കറക്റ്റ് ആയിരിക്കുക. ഹാർഡ് ബ്രഷ് ഉപയോഗിക്കാതിരിക്കുക. ഹാർഡ് ബ്രഷൊക്കെ ഇനാമലിനൊക്കെ തേയ്മാനമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ 2 തൊട്ട് 3 മാസത്തിനിടയിൽ നമ്മൾ ബ്രഷ് ചേഞ്ച് ചെയ്യാൻ നോക്കുക. പനി വന്നാൽ നമ്മൾ ബ്രഷ് ചേഞ്ച് ചെയ്യുക. അതുപോലെ ഒരാൾ ഉപയോഗിച്ച ബ്രഷ് മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കുക.
ഓർത്തോ ട്രീറ്റ്മെന്റ്, അതായത് പല്ല് കമ്പിട്ട് പല്ല് നേരെ ആക്കാനുള്ളവർ ബ്രഷ് കറക്റ്റ് ഓർത്തോ ബ്രഷ് യൂസ് ചെയ്യണം. പിന്നെ അവർ ഇന്റർഡെന്റൽ ബ്രഷ് യൂസ് ചെയ്യണം. അതുപോലെ ഉള്ള ആൾക്കാർ അൾട്രാ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ കെയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ, നമ്മൾ പല്ല് വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഹൈജീൻ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏതാണ്ട് ഒരു 80% പ്രശ്നം സോൾവ് ആയി.